എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 199ാമത്തെ വീഡിയോ ആണ്. അതായത് ഈ ബുക്ക് റിവ്യൂവിനെ സംബന്ധിച്ചവരെ 49ാമത്തെ വീഡിയോ. ഇതിൽ നമ്മളൊരു പുതിയ അധ്യായം തുടങ്ങാൻ പോവുകയാണ്. അതായത് 16ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ ഹെഡിങ് എന്തുവാണെന്നറിയാമോ? യുവർ സബ്കോൺഷ്യസ് മൈൻഡ് ആൻഡ് ഹാർമോണിയസ് ഹ്യൂമൻ റിലേഷൻസ്. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് തല പെരുത്ത് വരുന്നു, ഇല്ലയോ? ഈ ഹാർമോണിയസ് ഹ്യൂമൻ റിലേഷൻസ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ എന്തുവാന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ ഹാർമോണിയസ് ഹ്യൂമൻ റിലേഷൻസ് എന്ത് വലിയ ഒരു ടോപ്പിക്കാണ്. അതിനെ എങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ അദ്ദേഹത്തിന് അടക്കി പിടിച്ച് എഴുതാൻ പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള ഒട്ടുമൊത്ത ആൾക്കാരുടെയും ഒട്ടുമൊത്ത പ്രോബ്ലങ്ങളും, ഈ മണി പ്രോബ്ലം, ഹാപ്പിനെസ് പ്രോബ്ലം, അതൊന്നുമല്ല, ഈ ഹ്യൂമൻ റിലേഷൻഷിപ്സിൻ്റെ ഇടയിൽ വരുന്ന പ്രോബ്ലങ്ങളാണ്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എല്ലാ ബന്ധങ്ങളുടെയും ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ, അതാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ഹ്യൂമൻ റിലേഷൻസ് പ്രോബ്ലംസ്. അപ്പം ഹാർമോണിയസ് എന്ന് വെച്ചാൽ എന്തുവാ? വളരെ സുമൂഹമായിട്ടുള്ള ഹ്യൂമൻ റിലേഷൻസ് എങ്ങനെ ഇരിക്കണം, അങ്ങനെയാണ് അദ്ദേഹം പോസിറ്റീവായിട്ട് ഹെഡിങ് തന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സും നല്ല സുമുഖമായിട്ടുള്ള മനുഷ്യർ തമ്മിലുള്ള ഇടപാടെന്ന് വെച്ചാൽ റിലേഷൻസ്, ബന്ധങ്ങൾ. ഓക്കെ, ഇതിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഹാഫ് എത്ര പോകാമോ അത്രയും നമുക്ക് നോക്കാം. അതിൽ ഞാനൊരു ടൈറ്റിൽ കണ്ടുപിടിച്ചത് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് എ റെക്കോർഡിംഗ് മെഷീൻ. ഇത് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ തന്നിട്ടുണ്ട്. അത് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലായിട്ട് വെക്കുന്നത്. അതായത് നമ്മളുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഒരു റെക്കോർഡ് ചെയ്യുന്ന മെഷീനാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പറയുന്നോ, എന്തൊക്കെ ശബ്ദങ്ങൾ അതിനകത്ത് പോകുന്നോ, അതെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പം റെക്കോർഡിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്തുവാ? ആ മെഷീന് ബുദ്ധിയുണ്ടോ? ഇല്ല. മെഷീന് ആലോചിക്കുമോ? ഇല്ല. ഇത് നല്ല സൗണ്ടാണ്, ഇതിനെ മാത്രം ഞാൻ റെക്കോർഡ് ചെയ്യാം. ഇത് ചീത്ത സൗണ്ടാണ്, ഇത് വേണ്ട. ഒന്നും അതിന് തിരിച്ചറിയാനുള്ള ബുദ്ധി അതിനില്ല. എന്ന് വെച്ചാൽ അതൊരു മെഷീനാണ്. അപ്പം മെഷീനും മനുഷ്യനും ഉള്ള വ്യത്യാസം ഇത് തന്നെയാണ്. നമുക്ക് ദൈവം സഹായിച്ച് 5 അറിവല്ല 6 അറിവ് തന്നിട്ടുണ്ട്. ഏത് മണക്കുന്നു, ഏത് നാറുന്നു, ഏത് നല്ലത്, ഏത് ചീത്ത, ഏത് ചെയ്യാം, ഏത് ചെയ്യരുത് എന്നുള്ളത് തിരിച്ചറിവാണ് ഈ 6ാമത്തെ അറിവ്. അങ്ങനത്തെ ഒരറിവ് മെഷീനിലില്ല. ഓക്കെ, അപ്പം അതെന്ത് ചെയ്യും? എന്ത് കിട്ടിയാലും അതിന് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അതുപോലെയാണ് നമ്മുടെ ഉപബോധ മനസ്സും. അതുമാത്രമല്ല, ഈ റെക്കോർഡ് ചെയ്യുന്ന മാത്രമല്ല, ആ റെക്കോർഡിനെ തിരിച്ച് പ്ലേ ചെയ്ത് നോക്കണം. എന്തൊക്കെ അതിനകത്ത് റെക്കോർഡായോ അതെല്ലാ സൗണ്ടും വെളിയിൽ കൊണ്ടുവരും. ഈ പണ്ട് ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോൾ ഈ HMV എന്ന് പറയും, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞ് ഒരു പട്ടിയുടെ ഒരു ലോഗോയും ഇട്ട് ഒരു വലിയ ഗ്രാമഫോൺ, അക്കാലത്തൊക്കെ അതായിരുന്നല്ലോ, വലിയ ഗ്രാമഫോൺ. അതിനകത്ത് റെക്കോർഡുണ്ട്. റെക്കോർഡിൽ ഇങ്ങനെ ലൈനായിട്ട് ഇടും. ഒരു സൂചിയുണ്ട്. ആ സൂചി ഇങ്ങനെ വളച്ച് ആ സൂചിയുടെ പുറത്ത് വെച്ച് ഓൺ ചെയ്താൽ അത് റെക്കോർഡിങ്ങനെ ചുറ്റ ആ റെക്കോർഡിലുള്ളതെല്ലാം പാട്ടായിട്ട് കേൾക്കും. ഒരു വലിയ മൈക്രോഫോണും വെച്ച്, ഒരു വലിയ ഫോൺ വെച്ചിട്ട്, ഫോണല്ലല്ലോ, ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ഗ്രാമഫോൺ. ഓക്കെ, അപ്പം ആ HMV എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ മാസ്റ്ററിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു പട്ടി, അതാണ് ആ പട്ടിയുടെ പടം അതിൻ്റെ കൂടെ ഒപ്പം തന്നെ വരുന്നത്. അപ്പം അത് ആ ഗ്രാമഫോൺ, ആ റെക്കോർഡിൽ എന്തൊക്കെ പതിഞ്ഞു വയ്ക്കുന്നോ അത് തന്നെയാണ് തിരിച്ചും വെളിയിൽ അത് പറയുന്നത്. അതുപോലെയാണ് നമ്മുടെ ഉപബോധ മനസ്സ്.
നമ്മൾ എന്തൊക്കെ അതിനകത്ത് ഇടുന്നോ, നല്ലതോ ചീത്തയോ ഗുഡ് തോട്ട്സോ ബാഡ് തോട്ട്സോ എന്തൊക്കെ അതിനകത്ത് ഇടുന്നോ അതെല്ലാം തന്നെ വെളിയിൽ നമ്മളുടെ സ്വഭാവമായിട്ട് വരും. അതായത് തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഇത് മൂന്നും ചേരുമ്പം നമ്മളുടെ ഹാബിറ്റാകും. ഹാബിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശീലം. ആ ശീലം തുടർന്ന് നമ്മൾ പാലിച്ചുകൊണ്ട് വരുമ്പം അത് തന്നെ ഒരുത്തൻ്റെ സ്വഭാവമായിട്ട് മാറും. സ്വഭാവം, ഒരുത്തൻ്റെ ഗുണം, അതാണ് പേഴ്സണാലിറ്റി. ഓക്കെ, തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ് മേക്ക് ഹാബിറ്റ്സ്. ആ ഹാബിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് അതിനെ പരിപാലിച്ച് വരുമ്പം അത് ഒരാളിൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇത് എത്ര ശരിയാണ്? അപ്പം ജോസഫ് മർഫി പറഞ്ഞത് കറക്റ്റാണ്. ഫസ്റ്റ് സെൻറ്റൻസിലെ ഇതാണ്ട്, ഇൻ സ്റ്റഡിയിങ് ദിസ് ബുക്ക്, ഈ ചാപ്റ്റർ അല്ല, ഇൻ സ്റ്റഡിയിങ് ദിസ് ബുക്ക് യു ലേൺ ദാറ്റ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് എ റെക്കോർഡിംഗ് മെഷീൻ വിച്ച് ഫെയ്ത്ത്ഫുള്ളി റീപ്രൊഡ്യൂസസ് വാട്ട് എവർ യു ഇംപ്രസ് അപ്പോൺ ഇറ്റ്. തീർന്നോ? കഥ തീർന്നു. അപ്പം നമ്മൾ അതിനകത്ത് എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നോ അതെല്ലാം തിരിച്ച് നമുക്ക് തരും. ഓക്കെ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് അത് നമ്മുടെ ടൈറ്റിലായിട്ട് എടുത്തത്. ഇതിൽ കുറച്ച് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് നോക്കാം ഈ വീഡിയോയിൽ. ഇതിൽ ഈ ബൈബിളിലുള്ളത് കുറേ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. മാത്യു 7:12 സേസ്, അത് ഒരുമാതിരത്തെ അക്കാലത്തെ ബൈബിളിൻ്റെ ഇംഗ്ലീഷ് കുറച്ച് വ്യത്യാസമാണല്ലോ. അതിൽ ഓൾ തിങ്സ് വാട്ട്സോ എവർ യീ വുഡ് ദാറ്റ് മെൻ ഷുഡ് ഡു അൺടു യു ഡു യീ ഈവൻ സോ ടു ദം. അതായത് ഇതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാചകം, അതിൻ്റെ അർത്ഥം. ദിസ് കൊട്ടേഷൻ, അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്തുവാ എന്ന് പറഞ്ഞാൽ അതിന് ഔട്ടർ മീനിങ്ങും ഉണ്ട്, ഇന്നർ മീനിങ്ങും ഉണ്ട്. എപ്പോഴും ബൈബിളിൽ എഴുതിയ ഓരോ വാക്യത്തിനും ഔട്ടർ മീനിങ് നമ്മൾ ഇങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് മേലോട്ടമായിട്ട് നോക്കുമ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ. നല്ല ആഴത്തിൽ പോകുമ്പം ഇന്നർ മീനിങ് മനസ്സിലാകും. ഓക്കെ, അപ്പം ഇതിൽ എന്തുവാ പറയുന്നത് വെച്ചാൽ 3 പോയിൻറ്റ് ഞാനിവിടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് തന്നെ. മറ്റവർ നിങ്ങളെ എങ്ങനെ വിചാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങൾ അവരെ വിചാരിക്കണം. മറ്റവർ നിങ്ങളെക്കുറിച്ച് എന്ത് ഫീൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നോ അതുപോലെ നിങ്ങൾ അവരെക്കുറിച്ച് ഫീൽ ചെയ്യണം. മറ്റവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കൂടെ എങ്ങനെ പെരുമാറണമെന്ന് വിചാരിക്കുന്നോ അതുപോലെ നിങ്ങൾ അവരുടെ കൂടെ പെരുമാറണം. ഇതാണ് ഈ ബൈബിളിൻ്റെ വാക്യത്തിൻ്റെ അർത്ഥം. അത് നമ്മൾ കുറച്ചൊന്ന് വിസ്തരിച്ച് നോക്കാം. അതായത് അപ്പം എല്ലാവർക്കും എന്തുവാണോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, തലമൂത്ത ഈഗോ ആണ്. ഈഗോ ഞാൻ ചെയ്യുന്നത് ശരി, ഞാൻ പറയുന്നത് ശരി, ഞാൻ വയ്ക്കുന്നതാണ് ചട്ടം, ഞാൻ പറയുന്നതാണ് റൂള്. അതുപോലെ എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ പോകുന്നത്. ഇപ്പം എനിക്ക് ദേഷ്യം വരും എന്ന് വെച്ചോണം. അപ്പം എനിക്ക് ദേഷ്യം വരുന്ന വെച്ചാൽ നീ ചെയ്യുന്ന തെറ്റ്, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ പറയുന്നതൊക്കെ ശരിയാണല്ലോ, ഞാനാണ് ശരി, നീയാണ് തെറ്റ്, നീയാണ് തെറ്റുകാരി, നീയാണ് തെറ്റുകാരൻ, ഞാനല്ല, ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ 100% പെർഫെക്റ്റാണ് എന്നുള്ള വിചാരം, അതാണ് അഹങ്കാരം. അഹങ്കാരം എന്ന് വെച്ചാൽ വേറെ ശരിക്കുമുള്ള അതിൻ്റെ മീനിങ് വേറെയാണ്. പക്ഷേ നമ്മൾ ലോക്കലായിട്ട് പറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈഗോയുടെ മൂത്ത ഈഗോ ആണ് അഹങ്കാരം. എന്തോ ഒരു തലക്കനം, എന്തോ ഒരു ഈഗോ, എന്തോ ഒരു അഹങ്കാരം. അതായത് ഞാനാണ് എല്ലാം, ഞാൻ പറയുന്നത് ശരി. എനിക്ക് ദേഷ്യം വരുമെങ്കിൽ നീയല്ലേ എന്നെ ദേഷ്യപ്പെടുപ്പിക്കുന്നേ,
ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ അന്ന് നിന്നെ വഴക്ക് പറഞ്ഞാൽ അത് ശരിയാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും വിചാരിക്കുന്നതുകൊണ്ട് അവരവരെ തിരുത്താനുള്ള സമയം വളരെ കുറവ്. ഞാനെപ്പോഴും പെർഫെക്റ്റ് ആണല്ലോ, പിന്നെ എന്നെ എന്തിനാ തിരുത്തുന്നേ? ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ട് എന്ന് മനസ്സിൽ തോന്നിയാൽ മാത്രമേ ഓഹോ അപ്പോൾ എന്നെയും തിരുത്തണം, അപ്പോൾ എന്നെയും മാറ്റിക്കോളണം എന്ന് വിചാരിക്കാൻ തോന്നുന്നത്. ഈ വിചാരം ആർക്കുമില്ല. ഓരോരുത്തരും, തെറ്റ് ചെയ്യുന്നവനും തെറ്റ് ചെയ്യാത്തവനും എല്ലാവർക്കും ഇതേ വിചാരമാണ്. എന്തുവാ? ഈഗോ, തലമൂത്ത ഈഗോ. ഞാൻ പറയുന്നത് ശരി, ഞാൻ ചെയ്യുന്നത് ശരി. അപ്പം ഇത്രയും ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള, അതായത് നമ്മളുടെ കുറ്റങ്ങളെ തിരുത്താൻ, നമ്മളെ കുറ്റങ്ങളെ കണ്ടുപിടിക്കണം. ആദ്യം നമ്മളിൽ ഉള്ള കുറ്റം കുറകളെ കണ്ടുപിടിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ അതിനെ മാറ്റണമെന്ന് വിചാരിക്കണം, ആഗ്രഹിക്കണം, പിന്നെ മാറ്റാൻ ശ്രമിക്കണം, പിന്നെ മനഃപൂർവ്വം അതിനെ മാറ്റാൻ നോക്കണം. അത് അത്ര ഒന്ന് എളുപ്പത്തിൽ വരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആൾക്കാർക്ക് എന്തുവാ, ആ മെനക്കെടുന്ന പണിയേ വേണ്ട. ഞാനല്ലേ പെർഫെക്റ്റ്, പിന്നെന്തിനാ എനിക്ക് എന്നെ മാറ്റാനും എന്നെ തിരുത്താനും ഒക്കെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള വിചാരം ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും തെറ്റുകാരാവുന്നത്. അപ്പം മറ്റവർ നമ്മളെ എങ്ങനെ വിചാരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നോ അതുപോലെ അവരെ വിചാരിക്കണം. അതായത് എല്ലാവർക്കും എന്തോ വിചാരം, ഞാൻ നല്ലവനാണ്. അപ്പം നമ്മൾ എന്തുവാ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മറ്റവരെടുത്തുനിന്ന്? എന്നെ നല്ലവനായിട്ട് കാണണം, എന്നെ പുകഴ്ത്തണം, ഞാനാണ് എല്ലാത്തിലും നിറഞ്ഞ ഒരാൾ, നല്ല ബെസ്റ്റ് മാനാണ് ഞാൻ എന്ന് എല്ലാവരും എന്നെ കരുതണമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ നമ്മൾ മറ്റവരെ അങ്ങനെ വിചാരിക്കണം. അവൻ നല്ലവനാണ്, അവൻ നല്ല മനസ്സുകൊണ്ടാണ് ഇത് ചെയ്തത്, അവൻ പറഞ്ഞതിൽ നല്ല ഉദ്ദേശമുണ്ട്. എല്ലാവരെയും നല്ലവരായിട്ട് തന്നെയാണ് ആദ്യം നമ്മൾ കാണേണ്ടത്. പക്ഷേ നമ്മളിവിടെ എന്തുവാ ചെയ്യുന്നത്? ഒട്ടുമൊത്തം ആൾക്കാരും നമ്മളെല്ലാം പെർഫെക്റ്റെന്നും നല്ലവനെന്നും മറ്റവരെല്ലാവരും കുറ്റക്കാരനാണെന്നും കുറ്റം കുറവുള്ളവനെന്നും നമ്മൾ വിചാരിക്കും. അത് തന്നെ ഫസ്റ്റ് പോയിൻറ്റിലെ അടിപെട്ടു പോയോ, എല്ലാം തകർന്നോ? അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഈ വാക്യത്തിൻ്റെ ഉള്ളർത്ഥം. അതേപോലെ മറ്റവർ നമ്മളെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യണോ അതുപോലെ നമ്മൾ അവരെക്കുറിച്ച് ഫീൽ ചെയ്യണം. ഫീലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ? തിങ്കിങ് എന്ന് വെച്ചാൽ ഒരുത്തനെക്കുറിച്ച് അവനവൻ്റെ കാഴ്ചപ്പാട് ആണ് തിങ്കിങ്. ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഗതിയാണ്. അപ്പം ഒരു സ്നേഹത്തോടെ കാണുക, അവൻ്റെ കാര്യത്തിനെ മനസ്സിലാക്കി എടുക്കുക. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതൊന്നുമല്ല, എൻ്റെ അഭിപ്രായം ഇതാ, നീ പറയുന്നത് തെറ്റാ എന്ന് ഉടനെ തള്ളിക്കളയാതെ അവൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പം അവൻ പറയുന്നതും ശരിയാണല്ലോ എന്നുപോലും നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള മനസ്ഥിതിയില്ല. അപ്പം എന്നെക്കുറിച്ച് എല്ലാവരും നല്ലവരെന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും നല്ലവരായിട്ട് കാണണം. അത് അല്ലാതെ ഒരുത്തനെ ഇപ്പോൾ കെട്ടവനെയും ഞാൻ നല്ലവനായിട്ട് കാണണോ? കെട്ടവൻ്റെ ഉള്ളിലും നല്ല ഗുണങ്ങൾ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് നാൾ നോക്കുക, തീർത്തും അവൻ മാറുന്നില്ല അല്ലെങ്കിൽ അവൻ കെട്ടവനായിട്ട് തന്നെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേറെ വഴികളുണ്ട്. നമ്മൾ അവനെ തിരുത്താൻ പോണ്ട, അവനിൽ നിന്ന് നമ്മൾ വിലകിയിരിക്കുക, മാറിയിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കും, അങ്ങനെ മാറ്റിവെക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണല്ലോ ടീച്ചറെ. അപ്പോൾ എന്ത് ചെയ്യും? സഹിച്ചേ പറ്റൂ. അങ്ങനെ മാറ്റിവെക്കാൻ വയ്യാത്ത ബന്ധങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധങ്ങളെല്ലാം അങ്ങനത്തെയാണ്, എടുത്തെറിഞ്ഞിട്ട് പോകാനൊക്കത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ മാറ്റിക്കൊള്ളണം. അവരെ മാറ്റാൻ ശ്രമിച്ചാൽ അതുപോലെ ഒരു ഫൂളിഷ് വേറെ ആരുമില്ല. ഓക്കെ. അതുപോലെ മറ്റവർ നമുക്ക് മര്യാദ തരണം എന്ന് വിചാരിച്ചാൽ
നമ്മൾ മറ്റവർക്ക് മര്യാദ കൊടുക്കണം. ചുമ്മാ കാണുന്നവനെല്ലാം എടേ വാടേ പോടേ അങ്ങനാടേ എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളെ കാണുമ്പോൾ മാത്രം ഭവ്യമായിട്ട് നമുക്ക് ഉള്ള റെസ്പെക്റ്റ് തരണമെന്ന് വിചാരിച്ചാൽ അത് എവിടെ നടക്കും? ഇതൊക്കെയാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ വരുന്ന പാളിച്ചകൾ. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഈ കൊറോണ പീരീഡിലുണ്ടല്ലോ ആളുകൾ കുറേ പാഠങ്ങൾ പഠിച്ചു. കുറേ പേർക്ക് ജോലി പോയി, വരുമാനം പോയി. കുറേ പേര് ഈ ഓൺലൈൻ ബിസിനസ് ചെയ്ത് കോടികൾ ഉണ്ടാക്കി, ആവശ്യത്തിന് കാശുണ്ടാക്കി. യൂട്യൂബിൽ വീഡിയോസ് ഇടുക, കുക്കിങ്ങിൻ്റെ വീഡിയോസ്, കയ്യിൽ കിട്ടുന്നത് അറിഞ്ഞത് അറിയാത്തത് എല്ലാത്തിനെക്കുറിച്ചും വീഡിയോസ് ഇടുക. അങ്ങനെ കുറേ കാശ് സമ്പാദിച്ചു ആൾക്കാർ. അപ്പോൾ ഒരു 50% ആൾക്കാർക്ക് പൈസയേ ഇല്ലാതെ പോയി, 50% ആൾക്കാർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി. അതാണ് ഈ കൊറോണ ചെയ്ത ഒരു കാര്യം. അതുമാത്രമല്ല, ഈ കൊറോണ പീരീഡിൽ ആൾക്കാർക്ക് കുറച്ച് ഈ തത്വങ്ങളോട് വലിയ ഇഷ്ടം തോന്നി. കണ്ണിൻ്റെ മുമ്പിൽ ആൾക്കാർ മരിക്കുന്നു. അപ്പം എല്ലാവർക്കും എല്ലാ തത്വങ്ങളും അറിയാം. നാളെ ജനിച്ചവനെല്ലാം മരിക്കണമെന്നറിയാം, നാളെ ഞാനും മരിക്കാൻ പോകുന്നു എല്ലാവർക്കും അറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ അത് എപ്പോഴും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇത്രയും അഹങ്കാരം കാണിക്കുന്നത്. അപ്പം ഈ കണ്ണിൻ്റെ മുമ്പിൽ നമ്മളുടെ ബന്ധുക്കളും സ്വന്തങ്ങളും ബന്ധങ്ങളും അടുത്ത വീട്ടിലുള്ളവനും ഓപ്പോസിറ്റ് വീട്ടിലുള്ളവനും നിപ്പിൽ പടയെന്ന് 2 ദിവസത്തിൽ 4 ദിവസത്തിൽ കൊറോണ വന്നു മരിക്കുന്നു. അതൊക്കെ കേട്ടപ്പം ആൾക്കാർക്ക് ശരിക്കും ഒരു ഭയം ഉണ്ടായി. അപ്പം മര്യാദ പഠിച്ചു. അത് എനിക്ക് നല്ല പോലെ കാണാൻ പറ്റി. അപ്പം കൊറോണ പീരീഡ് കഴിഞ്ഞേ പിന്നീടും ഈ ഓട്ടോ ഡ്രൈവറുടെ അടുത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരൊക്കെ വലിയ ഒരു ഇതിലെല്ലാം സംസാരിക്കുന്നത്. പൊതുവെ നല്ലവരും ഉണ്ട്, ഞാൻ ആരെയും നല്ലവരെന്നും ചീത്തയെന്നും പറയുന്നില്ല. ഓക്കെ, എല്ലാവരും നല്ലവരാണ്, എല്ലാവരും ചീത്തയാണ്. പക്ഷേ ചില വിഭാഗങ്ങളിലുള്ളവരുണ്ടല്ലോ, എപ്പോൾ നോക്കിയാലും ഈ അടിയും പിടിയും വഴക്കിനും പോകുന്നതാണ്, തല്ല്, ഒരു മര്യാദയായിട്ടുള്ള സംസാരമില്ല. അതിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത് ഈ ഓട്ടോ ഡ്രൈവേഴ്സ് തന്നെ ആണ്. നല്ലവരും ഉണ്ട്, ഇല്ല എന്നല്ല. മര്യാദയ്ക്ക് സംസാരിക്കുന്നവർ അമ്മച്ചി എന്നൊക്കെ വിളിച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ പൊതുവെ എല്ലാവരുടെയും ഒരു വിചാരമാണ് എന്താ വെച്ചാൽ, ഒരുപാട് പേര് അങ്ങനെയൊക്കെയാണ്, ഒരു മര്യാദയില്ല. എക്സ്ട്രാ കാശ് ചോദിക്കുന്നെങ്കിൽ കൂടെ ഒരു രീതിയുണ്ട്. അമ്മ ഇത്രയും അകത്ത് വന്നു, ഉള്ളിലോട്ട് വന്നു, എനിക്കിനി തിരിച്ച് മെയിൻ റോഡ് വരെ പോകാൻ തന്നെ 10-20 രൂപയുടെ പെട്രോളാകും, ഒരു 10 രൂപ കൂട്ടിത്താ, മീറ്റർ കിടക്കട്ടെ, അതിന് 10 രൂപ കൂട്ടിത്താ, അല്ലെങ്കിൽ ഒരു 20 രൂപ കൂട്ടിത്താ, അല്ലെങ്കിൽ ഒരു 30 രൂപ കൂട്ടിത്താ. കേൾക്കുന്നതിനും ഒരു മര്യാദയില്ലയോ? നമ്മൾ കേൾക്കുന്ന രീതി എങ്ങനെ കേൾക്കണം? നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവരായിട്ടേ തരുന്ന പോലത്തെ രീതിയിൽ നമ്മൾ ചോദിക്കണം. അത് പക്ഷേ അങ്ങനെ ആർക്കും ചോദിക്കാൻ അറിഞ്ഞൂടാ. എല്ലാം വഴക്കാണ്, അടാവടിയായിട്ടുള്ള സംസാരമാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇറക്കി വിടും, നിങ്ങൾ ആ സ്ഥലമല്ലേ പറഞ്ഞ്, ഇത്രയും അകത്ത് വന്നല്ലോ, ഇനിയൊരു 50 രൂപ വേണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇറക്കി വിടും, ഇവിടെ ഇറങ്ങിക്കോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. അങ്ങനത്തെ ഓട്ടോ ഡ്രൈവർമാരെ പോലീസ്, ട്രാഫിക് പോലീസിലൊക്കെ ഉള്ളവർ, ഗവൺമെൻറ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അവർക്കെല്ലാവർക്കുമേ ഈ മനുഷ്യൻ്റെ ജീവൻ്റെ വില, ആ ജീവിതത്തിൻ്റെ വില എല്ലാവർക്കും മനസ്സിലായി. അപ്പം തന്നെ അവരുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടായി. അപ്പോൾ അവർ ഇപ്പം ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോയാൽ പോലും അമ്മ ഇരിക്കണമ്മ, എന്ത് വേണം, അവരുടെ ആ ടോണിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കൊറോണ കഴിഞ്ഞ് കുറച്ച് നാളായല്ലോ, തിരിച്ചും പഴയപടിയാവുന്നു. നമുക്കെല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് കൊറോണ വന്നത്. പാഠം പഠിപ്പിച്ചു, അത് പോയി, അതിൻ്റെ ജോലി നോക്കി. പക്ഷേ നമ്മൾ തിരിച്ചും ആ പാഠത്തിനെ മറക്കാൻ തുടങ്ങിയിരിക്കുവാണ്. അപ്പം മറ്റവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കണം, നമ്മളെ എങ്ങനെ ഭാവിക്കണം, എങ്ങനെ നമ്മളുടെ അടുത്ത് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ മറ്റവരുടെ അടുത്ത് ഇരുന്നാൽ മാത്രമേ ഈ
ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യം നന്നായിട്ട് മുന്നോട്ട് പോകത്തും. ഓക്കെ, ചിലരുണ്ട് ഇതിൽ ഞാൻ പറയുന്നത് ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നെങ്കിൽ ഒരു 100 വീഡിയോ അതിൽ തന്നെ ഇടാം. അത്രയ്ക്ക് വ്യത്യസ്തമായ ആൾക്കാരും അവരുടെ പെരുമാറ്റവും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. എത്ര ആൾക്കാർ, അതിലും ഒരുപാട് പേര് എനിക്കറിയാം. ഒരാളിനെ കാണുമ്പം അവരുടെ മുമ്പിൽ അത്രയും നല്ല രീതിയിൽ സംസാരിക്കുക. അയ്യോ, നിങ്ങളുടെ കൂട്ട് ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ ഇത്രയും ഗ്രേറ്റാണ്, നിങ്ങൾ ഇത്രയും പഠിച്ച ആളാണ്, അത്രയും കാണിച്ച് അത്രയും ഇതായിട്ട് അവരെ പൊക്കി പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആ സ്ഥലം വിടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഇവനെല്ലാം മനുഷ്യനാ, ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് അതേ നാക്ക് കൊണ്ട് അതേ സമയത്ത് ഒരു 10 മിനിറ്റിൻ്റെ ഇടവേളയിൽ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ കേൾക്കുമ്പം അന്തം വിട്ട് പോയി നിൽക്കും. അയ്യോ, അപ്പം നമ്മൾ കേട്ടത് ശരിയില്ലയോ? കുറച്ച് നേരത്തിന് മുമ്പേ അല്ലേ ഇയാളെ ഇത്രയും പോഴ്ത്തി പറഞ്ഞേ, ഇപ്പം എന്തുവാ ഇങ്ങനെ പറയുന്നത്? അപ്പം ഞാൻ എൻ്റെ കാതിന് കുഴപ്പമാണ്, ഞാൻ ആദ്യം കേട്ടത് ശരിയല്ലയോ? പിന്നെ എനിക്ക് മനസ്സിലായി, കേൾക്കുന്നതിൻ്റെ കുഴപ്പമല്ല, അവരുടെ പെരുമാറ്റം അത് തന്നെയാണ്. ഒരാളുടെ അടുത്തല്ല, എല്ലാവരുടെ അടുത്തും അങ്ങനെയൊക്കെയാണ്. അപ്പം മുഖസ്തുതി ചെയ്യുക, ഒരാളെ നേരിട്ട് കാണുമ്പോൾ മുഖസ്തുതി ചെയ്യുക. അയാൾ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അയാളെക്കുറിച്ച് അടിച്ചമർത്തുന്ന പോലെ താഴ്ത്തി പറയുക. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ. അപ്പം ഇതിലെന്തുവാന്ന് വെച്ചാൽ, അവർ ഒരാളിനെ കുറിച്ച് നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അത് എന്തുവാ, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അത് പോകുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും, ഓഹോ, അപ്പോൾ ഇതാണ് ശരി, എന്നാൽ പിന്നെ ഇതേ സ്വഭാവം ഞാൻ നാളെ കാണിക്കാം. അപ്പോൾ അതേ നെഗറ്റീവ് ക്വാളിറ്റിയാണ് നാളെ നമുക്ക് വരാൻ പോകുന്നത്. മനസ്സിലായോ? സച്ച് നെഗറ്റീവ് തോട്ട്സ് ആർ ഹൈലി ഡിസ്ട്രക്റ്റീവ് ടു യു. ഡിസ്ട്രക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളെ ഒന്നുമില്ലാതാക്കി കളയും ഈ നെഗറ്റീവ് തോട്ട്സ്. ഇറ്റ് ഈസ് ലൈക്ക് ടേക്കിംഗ് പോയ്സൺ. നമ്മൾ വിഷം കുടിക്കുന്നതിന് തുല്യമാണ് ഈ നെഗറ്റീവ് തോട്ട്സ്. അത് മറ്റവരെക്കുറിച്ചാണെങ്കിലും ശരി, നമ്മളെക്കുറിച്ചാണെങ്കിലും ശരി, നെഗറ്റീവ് തോട്ട്സ് വരുന്നത് നേരിട്ട് ആലകാല വിഷം കുടിക്കുന്നതിന് തുല്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെക്കോർഡിംഗ് മെഷീൻ ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ്. ആ ഉപബോധ മനസ്സിലാണ് ഈ ആലകാല വിഷത്തിനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വെളി വരുന്നത് എന്തോ ആയിരിക്കും, ഇതേ വിഷം തന്നെയല്ലേ വെളി വരുന്നത്. ചിലപ്പം 10 മടങ്ങ് കൂടിയായിരിക്കും അതിൻ്റെ വേഗം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തുവാ പറയുന്നത്? these negative thoughts and emotions sink down into your subconscious mind. അപ്പം നമ്മളുടെ ഉപബോധ മനസ്സിനകത്ത് പോയി ആഴപ്പോയി പതിഞ്ഞ് തിരിച്ച് നമ്മളുടെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും പല ഡിസീസസായിട്ടും പല ദുർസ്വഭാവങ്ങളായിട്ടും വെളിവരും. ഓക്കെ, അതൊന്ന്. ദ മാസ്റ്റർ കീ ടു ഹാപ്പി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഈ മറ്റവരുടെ കൂടെ ഒത്തുപോകണമെങ്കിൽ ഓരോരുത്തരും മറ്റവരുടെ കൂടെ മാക്സിമം ഒത്തുപോകാൻ നോക്കണം. നേരത്തെ നമ്മൾ ഡൈവേഴ്സിനെ കുറിച്ച് കണ്ടു. ലൈഫ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള വാക്കുവാദം, വഴക്ക്, സ്വരച്ചേർച്ച ഇല്ലാത്തത്, അതാണ് ഈ ഡൈവേഴ്സിലൊക്കെ പോയി നിൽക്കുന്നത്. അപ്പം ഏത് ബന്ധമാണെങ്കിലും ശരി, നമ്മളാലായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കണം. അപ്പം മാസ്റ്റർ കീ ടു ഹാപ്പി റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, മറ്റവരുടെ കൂടെ ഹാപ്പിയായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാസ്റ്റർ കീ എന്തുവാണോ, ഒരു വാക്കാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതും ഈ മാത്യു 7:1-2 എന്നുള്ള ഇതിൽ ബൈബിളിൽ പറഞ്ഞതാണ്. ജഡ്ജ് നോട്ട് ദാറ്റ് ye be not judged. അതായത് നോ ജഡ്ജ്മെൻറ്റ്സ്, ജഡ്ജ് നോട്ട്, നോ ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതെന്തുവാ, ഞാൻ ജഡ്ജാവണ്ട എന്നാണോ, ജഡ്ജി ആവണ്ട എന്നാണോ? അങ്ങനല്ല. മറ്റവരെ നമ്മൾ
ഇടയിടാൻ പാടില്ല. ഇടയിടാൻ പാടില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതായത് തൂക്കി നോക്കി, ഇപ്പോൾ ഒരു ചെറിയ ഒരു പേനയുണ്ട്, ഇതിൻ്റെ വെയിറ്റ് എത്ര, നമ്മൾ തൂക്കി നോക്കുന്നില്ലേ, ഒരു ബുക്കുണ്ട്, അതിൻ്റെ വെയിറ്റ് എത്ര ഗ്രാം, വലിയൊരു സാധനം, ഒരു വലിയ ചേന കണ്ടു, എത്ര കിലോ ഉണ്ടെന്ന് നോക്ക്, ആ വേ ചെയ്ത് നോക്കുന്നില്ല, വെയിറ്റ് ഇട്ട് നോക്കുന്നില്ല. അതുപോലെ നമ്മൾ ആരെയും വെയിറ്റ് അതായത് ജഡ്ജ് ചെയ്യാൻ പാടില്ല. ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ വേണ്ട, ടു ജഡ്ജ് ഈസ് ടു തിങ്ക്, അറൈവ് അറ്റ് എ മെൻ്റൽ വെർഡിക്റ്റ് ഓർ കൺക്ലൂഷൻ ഇൻ യുവർ മൈൻഡ്. ഇതാണ് ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതായത് ഒരാളെക്കുറിച്ച് ചിന്തിക്കുക, അയാളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുക, അയാളുടെ നടപടികളെ കണ്ടും കേട്ടും പഠിച്ച് മനസ്സിലാക്കി നമ്മളുടെ മനസ്സിലെ മെൻ്റൽ വേർഡിക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ, ലാസ്റ്റ് ഫൈനൽ ജഡ്ജ്മെൻറ്റ്, കോർട്ടിൽ കൊടുക്കുന്ന ഫൈനൽ ജഡ്ജ്മെൻറ്റിനാണ് വേർഡിക്റ്റ് എന്ന് പറയുന്നത്. അത് നേരത്തെ നമ്മൾ കണ്ടു. അപ്പം ഒരാളെക്കുറിച്ച് കണ്ടിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ഇവൻ ഇങ്ങനാണ് എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റിന് വരാൻ പാടില്ല. ജഡ്ജ് നോട്ട്, അതായത് ഡോണ്ട് ജഡ്ജ് എനി വൺ. നമുക്ക് ആരെയും അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെ നമ്മൾ ഒരുത്തനെ ജഡ്ജ് ചെയ്താൽ ചിലപ്പം അവരുടെ കൂടെ നമുക്കുള്ള റിലേഷൻഷിപ്പ്, ബന്ധം ചിലപ്പം നന്നായിട്ട് വരത്തില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെയൊന്നും നമ്മളിവിടെ അനലൈസ് ചെയ്യാനുള്ള സമയമില്ല. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം, ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇപ്പം പക്ഷേ നമ്മൾ ഓരോ നിമിഷവും അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ട് ഒരാളെ കാണുന്നു, ഓക്കെ, ഓഫീസിൽ പുതിയതായിട്ട് ഒരു മാനേജർ അന്ന് ജോലി എടുക്കുന്നു, ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. ഓഹോ, ഇവനാണോ പുതിയത്, എങ്ങനെയുണ്ടെന്ന് നോക്കാം, കണ്ടു തന്നെ അറിയണം. ഓക്കെ, ഇങ്ങനെയാണോ വരുന്നത്, അവൻ്റെ ഡ്രസ്സ് ഇതാണോ, ഓക്കെ, ആരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു നോക്കാം. ഓരോ നിമിഷവും ആ പുതിയ ആളിനെ നമ്മൾ ഇടയിട്ടുകൊണ്ടിരിക്കുക. സംസാര രീതി, നിൽക്കുന്ന രീതി, നടക്കുന്ന രീതി, ആരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നു, പെണ്ണുങ്ങളുടെ പുറകെ പോവുകയാണോ, പെണ്ണുങ്ങളെ കാണുമ്പോൾ കുഴഞ്ഞ് നിൽക്കുവാണോ, ഇവൻ എത്ര ദൂരം നല്ലവനാ, ഇവൻ എത്ര ദൂരം ശരിയായിട്ട് നമ്മളെ നോക്കും, ഇവന് അങ്ങനെ ഓരോ സെക്കൻഡും നമ്മൾ ഓരോരുത്തരെയും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ജഡ്ജ് ചെയ്താൽ നമുക്ക് ഒരുത്തരുടെ കൂടെയും സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. ഒരുത്തരുടെ അടുത്തും നമുക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് പാലിക്കാൻ പറ്റില്ല. ഓക്കെ, സോ മാസ്റ്റർ കീ എന്തുവാ? ഇപ്പം ഇന്ന് തൊട്ട് നമ്മൾ ഇത് എൻ്റെ ഗുരു പ്രദീപ് വിജയ് എപ്പോഴും പറയും, ജഡ്ജ് നോട്ട്. ഈ ബുക്കിലുള്ള അത്ര ബൈബിൾ വാക്യങ്ങളും അദ്ദേഹം പറയും ക്ലാസ് എടുക്കുമ്പോൾ. ജഡ്ജ് നോട്ട്. അപ്പം ഈ ജഡ്ജ് നോട്ട് എന്ന് പറഞ്ഞാൽ മറ്റവരെ നമ്മൾ ഇടയിടാൻ പാടില്ല, അതാണ് പറയുന്നത്. അതാണ് ഇറ്റ് ഈസ് എ മാസ്റ്റർ കീ ടു ബി ഹാപ്പി ഇൻ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാലേ, ദറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ്, ഫോർ വിത്ത് വാട്ട് ജഡ്ജ്മെൻറ്റ് ഈ ജഡ്ജ് ഈ ഷാൽ ബി ജഡ്ജ്ഡ്. ഇപ്പം നോ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ, നമ്മളെങ്ങനെ മറ്റവരെയൊക്കെ തെറ്റിദ്ധരിച്ച് ജഡ്ജ് ചെയ്യുന്നു, അതുപോലെ നമ്മളെയും അവർ ജഡ്ജ് ചെയ്യാനുള്ള സാധ്യതക്കൂറ് 100% ഉണ്ട്. ഓക്കെ, ഒരു ചെറിയ ഒരു കാര്യം പറയും, ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ദ കവർ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. കവർ എന്ന് വെച്ചാൽ മേളിയുള്ള ഏത്. അപ്പം കവർ എന്ന് വെച്ചാൽ ബുക്കിൻ്റെ കവർ, നമ്മളിട്ട കവറല്ല, ഈ ബുക്കിൻ്റെ കവർ, ഇങ്ങനെ ഒരു കവർ, ഇതാണ് ബുക്കിൻ്റെ കവർ. ഓക്കെ, അപ്പോൾ ഈ കവർ മാത്രം കണ്ടുകൊണ്ട് അകത്തുള്ള കണ്ടൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല.
ചിലപ്പം കവർ ഡിസൈൻ ചെയ്തത് അത്ര പോരായിരിക്കും, അകത്ത് മാറ്റർ വളരെ നന്നായിരിക്കും. ചിലപ്പം കവർ ചെയ്തത് വളരെ നല്ല അടിപൊളിയായിരിക്കും, അകത്തുള്ളത് അത്ര പോരായിരിക്കും. അതുകൊണ്ടാണ് ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ബുക്കിനെക്കുറിച്ച് അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ മനുഷ്യനെക്കുറിച്ച് എത്ര നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും? എന്നുവെച്ചാലേ മനുഷ്യരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, ചുറ്റുപുറമുള്ള ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും നമ്മൾ പല പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഓരോരുത്തരുടെ മനസ്സിലും പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ആരെയും നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. ബ്രാൻഡ് എന്ന് വെച്ചാൽ ഇയാൾ ചുമ്മാ ഓഫീസിൽ വരുമ്പോഴേ കാലിൽ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ടാണ് വരുന്നത്, ഒരു സമാധാനമില്ലാത്ത ഇവൻ്റെ കൂടെയൊക്കെ എങ്ങനെ ജോലി ചെയ്യും? അങ്ങനെ നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. ഇവൻ ദേഷ്യക്കാരൻ, ഇവൻ ജോലി ചെയ്യത്തില്ല, ഇവൻ ഉഴപ്പനാണ്, ഇവൻ സദാ കള്ളം പറയും, ഇവൻ മോഷ്ടിക്കും. ഇങ്ങനെ ഓരോരുത്തരെക്കുറിച്ചും പല പല ജഡ്ജ്മെൻറ്റ്സാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മനസ്സ് സ്ഥിരം ചെയ്യുന്നത്. അങ്ങനെ ഉള്ളപ്പം നമുക്ക് നെഗറ്റീവായിട്ട് കൂടുതൽ ജഡ്ജ് ചെയ്താൽ അവരുടെ അടുത്തുള്ള ആ റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനൊക്കത്തില്ല. അപ്പം നിങ്ങൾ ചിലപ്പം വിചാരിക്കുക, അവൻ അങ്ങനാണല്ലോ, അവൻ കള്ളനാണല്ലോ, അവൻ സദാ കള്ളം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, അപ്പോൾ അവനെ ഞാൻ കള്ളനല്ലാതെ എങ്ങനെ ഞാൻ വിചാരിക്കും? ഓക്കെ, ആളുകൾ അങ്ങനെ ഉണ്ട്, ഇല്ലയെന്നല്ല. അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ കുറേശ്ശെ പഠിച്ചിട്ട് അവരെ മനസ്സിലാക്കി എടുത്തിട്ട് പതുക്കെ അവിടുന്ന് മാറുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവനെ അവനെ ഒരു ബ്രാൻഡ് കൊടുത്ത് ലോകം മുഴുക്ക പോയി അവൻ കള്ളനാണ് എന്ന് പറഞ്ഞൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഒരാളെ ചൂണ്ടുമ്പം 3 വിരൽ നമ്മളെ ചൂണ്ടുന്നുണ്ട്. സോ ഒരാളെക്കുറിച്ച് നീ ചീത്തയാണ് എന്ന് ഇങ്ങനെ പറയുമ്പം 3 വിരൽ നമ്മളെക്കുറിച്ച് 3 പേര് നമ്മളെ ചൂണ്ടി പറയാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിചാരിക്കണം. അവൻ കള്ളനാന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് നമ്മൾ ഇടപാട് വെച്ചോളരുത്, സംസർഗം കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്നാലും അയാളെ ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് മാസ്റ്റർ കീ ടു റിലേഷൻഷിപ്പ്. അപ്പോൾ എന്തുവാ? ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പം ജഡ്ജ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്തുവാ അർത്ഥം? അവരെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക, ചിന്തിച്ച് ഓക്കെ ഇവൻ ഇങ്ങനാണ് എന്നുള്ള ഒരു കൺക്ലൂഷന് വരിക. മെൻ്റൽ വെർഡിക്റ്റ്, ഫൈനലായിട്ട് ഒരു വെർഡിക്റ്റ്, ഇവൻ മോശമാണ്, ഇവൻ ചുമ്മാതെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നവനാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനാണ്, അല്ലെങ്കിൽ ഇവളിങ്ങനാണ്, ഇവൾ വായി തുറന്നാൽ കള്ളവേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരെക്കുറിച്ചും നമ്മുടെ മനസ്സിലൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരും, ഒരു കൺക്ലൂഷൻ. അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ശരി, അതൊരു കാര്യം. അപ്പം കീ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ആരെക്കുറിച്ചും നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കരുത്, ജഡ്ജ്മെൻറ്റ് പാടില്ല. അപ്പം നേരത്തെ 3 കാര്യങ്ങൾ പറഞ്ഞത്, നമ്മളെ മറ്റവരെങ്ങനെ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നോ, നമ്മളെ കുറിച്ച് എന്ത് ഫീൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നോ, നമ്മളോട് എങ്ങനെ ഇടപഴകണമെന്ന് നമ്മൾ മറ്റവരുടെ അടുത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നോ അതേ സ്വഭാവം നമ്മൾ കാണിക്കണം. മറ്റവരെല്ലാം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്ത് ചെയ്യണം? നമ്മളെല്ലാവർക്കും മര്യാദ കൊടുക്കണം, നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. അപ്പോഴേ നമുക്ക് സ്നേഹം തിരിച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, അതൊന്ന്. പിന്നെ അപ്പം ഇത് നമുക്കറിയാം, നമ്മൾ എത്ര മറ്റവർക്ക് നല്ലത് ചെയ്യുന്നോ അത് നമുക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. അപ്പം യു ആർ ഗവേൺഡ് ബൈ ദ ലോ ഓഫ് യുവർ ഓൺ മൈൻഡ്. നമ്മളുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു വരുന്നത്.
തിരിച്ചടിക്കുന്നത് എന്ന് പറയും. തിരിച്ചു വരുന്നത് അത് തന്നെയാണ്. ഇതിൽ ചിലരുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ ശിവരാത്രി മെനിഞ്ഞാന്ന് അമ്പലത്തിൽ പോയിരുന്നു. ഇപ്പോൾ 2-3 വർഷം കൊണ്ട് ഇതാണ് എൻ്റെ ട്രെൻഡ്. അപ്പം വീട്ടിൽ 6 മണിക്കൊക്കെ പൂജ ചെയ്ത് പോരാത്തതിനിപ്പോൾ എൻ്റെ അടുത്ത് ഒരു ശിവലിംഗവും നന്ദിയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശിവലിംഗത്തിന് എൻ്റെ വീട്ടിലെ കൂവളമുണ്ട്. അപ്പം കൂവളമൊക്കെ ഇലയൊക്കെ പറിച്ച് കഴുകി നല്ലപോലെ അഭിഷേകമൊക്കെ ചെയ്ത് അർച്ചനയൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ട് കുറച്ച് സാധനയും ചെയ്തിട്ട് ഒരു 8:30 ആകുമ്പം വീടിൻ്റെ അടുത്തുള്ള ചെന്തിട്ട അമ്പലത്തിൽ പോകും. 9 മണിക്ക് അവിടെ പൂജ തുടങ്ങും. അപ്പോൾ 9 മണിക്കിൻ്റെ പൂജ കാണും. അപ്പോൾ 6 to 9 ഫസ്റ്റ് യാമത്തിൻ്റെ പൂജ 6 മണിക്കൊന്നുണ്ട്, പിന്നെ 9 മണിക്കൊന്നുണ്ട്, പിന്നെ 12-നുണ്ട്, പിന്നെ 2-നുണ്ട്, 4, 3:30, 4 മണിയാകുമ്പോൾ ഉണ്ട്. അങ്ങനെ ഈ 4 യാമ പൂജയും കണ്ടിട്ട് 4:30, 5 ആകുമ്പം 4:30-ക്കൊക്കെ നട അടയ്ക്കും. അപ്പോഴായിരിക്കും ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഈ 4 അഭിഷേകവും കാണാൻ വേണ്ടിയാണ് അമ്പലത്തിൽ ഇരിക്കുന്നത്. അതുമാത്രമല്ല, അമ്പലത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇരുന്ന് ഒക്കുന്നവരെ ഉറങ്ങാതിരുന്ന് നോക്കുക, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ സാധാരണ 100 രൂപയുടെ ചെരുപ്പ്, അതെനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ്, നല്ല ഒരു ലൈറ്റ് പിങ്ക് വയലറ്റ് കളറ് ലേഡി ലൈക്ക് എന്ന് പറഞ്ഞ് ഞാനത് കണ്ട ഉടനെ വാങ്ങിച്ചു. അത് കുറേ ഇട്ടു, തേച്ചു. എന്നാലേ എനിക്കതിൻ്റെ കൂടെ ഒരിഷ്ടം. അപ്പോൾ ആ ചെരുപ്പിട്ടുകൊണ്ടാണ് വെളിയിൽ പോകുന്നത്. ഈ പാൻറ്റും ഷർട്ടും ഒക്കെ ഇടുമ്പം, ജീൻസൊക്കെ ഇടുമ്പോഴാണ് ഷൂസ്. അല്ലെങ്കിൽ ഈ ചൂട് കാലത്ത് നമ്മളുടെ ഇന്ത്യയിൽ എന്തിനാണ് ഷൂസിൻ്റെ ആവശ്യമേ ഇല്ല. സ്ലിപ്പേഴ്സും ചപ്പൽസും ഒക്കെയാണ് നമുക്ക് വേണ്ടിയത്. ഈ ഫോറിനേഴ്സിനെ കണ്ട് വേണ്ടാത്തതെല്ലാം പഠിച്ചു വെച്ചു. ടൈ ഇടുക, ഫുൾ ഹാൻഡ് ഇടുക, ഷൂസ് ഇടുക, സോക്സ് ഇടുക. ഇതെല്ലാം നമ്മളുടെ ഇന്ത്യയുടെ, അതും സൗത്ത് ഇന്ത്യയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു ജീവിതശൈലിയാണ്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയി. അവിടെ ഒരു സ്ത്രീ പൂ വയ്ക്കും. സാധാരണ പൂവും അമ്പലത്തിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൂവും പൂവളമൊക്കെ വിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ഞാൻ 8:30-ക്ക് പോയപ്പോൾ അവർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു മേശപ്പുറത്താണ് അവർ വെച്ച് വിൽക്കുന്നത്. അപ്പോൾ ആ മേശയുടെ അടിയിൽ എൻ്റെ ചെരുപ്പിനെ ഇട്ടേച്ച് അകത്ത് പോയി. എന്നുവെച്ചാൽ അടുത്ത ദിവസം രാവിലെയാണല്ലോ എന്താ വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒളിച്ചു വയ്ക്കുന്ന പോലെ അകത്തോട്ട് മാറ്റി വെച്ചിട്ട് പോയി. 4:30-ക്ക് വന്ന് അവിടെയൊക്കെ തപ്പുന്നു, ചെരുപ്പില്ല. ഇങ്ങനെ ഗുരുവായൂർ ഒരു പ്രാവശ്യം പോയപ്പോൾ എൻ്റെ ചെരുപ്പ് കളഞ്ഞു. അപ്പം പൊതുവേ ഒരു വർത്തമാനമുണ്ട്, ഒരു ചൊല്ലുണ്ട്, അമ്പലത്തിൽ പോകുമ്പം ചെരുപ്പ് കളഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ അതിനോട് തീരും. അതൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ മനുഷ്യർ പറയുന്ന വർത്തമാനങ്ങൾ, അത് കളയണം. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചത്, ചേടാ, വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ശിവരാത്രിക്ക് എല്ലാവരും അമ്പലത്തിൽ വരുന്ന എന്തിനാ മെനക്കെട്ട്? ദൈവത്തിനെ തൊഴാനാണ്. അപ്പം ദൈവചിന്തയോടെ വരുന്നവന് എൻ്റെ ചെരുപ്പെടുത്ത് ഇട്ടുകൊണ്ട് പോയ ആളിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു എനിക്ക്. എങ്ങനെ വേറെ ഒരാളിൻ്റെ ചെരുപ്പെടുത്ത് ഇടാൻ നോക്കും? ഇതിൽ ഇനിയൊരു വർത്തമാനമുണ്ട്. എൻ്റെ ചെരുപ്പ് അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ എൻ്റെ കാലിൽ കിട്ടിയത് എടുത്തിട്ടുകൊണ്ട് ഞാനിങ്ങി വന്നു. അതെന്തൊരു ന്യായീകരണമാണ്? എൻ്റെ ചെരുപ്പ് കണ്ടില്ലെങ്കിൽ നീ ചെരുപ്പില്ലാതെ പോ. ഇപ്പം ഞാൻ ചെരുപ്പില്ലാതെയാണ് റോഡ് ക്രോസ് ചെയ്ത് കാറി കയറി ഇങ്ങ് വന്നത്. അപ്പോൾ ചെരുപ്പില്ലെങ്കിൽ ചെരുപ്പില്ല. അതിനെന്ന് വിചാരിച്ച് വേറെ ആരുടെയെങ്കിലും ചെരുപ്പിടാൻ നോക്കുമോ? അപ്പം 2 കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിനെ തൊഴാൻ വന്നവന് എങ്ങനെ ഇന്നൊരാളിൻ്റെ, അത് നമ്മളുടെ അല്ല എന്നറിഞ്ഞ പിന്നീട് ആ ചെരുപ്പ് എങ്ങനെ ഇടാൻ തോന്നി? ബൈ മിസ്റ്റേക്ക് ഇട്ടുമെന്ന് പറയാനേ ഒക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ വേറെ ആരുടെ ചെരുപ്പിട്ടാലും അത് വേറെയാണെന്ന് നമ്മുടെ കാല് പറയും. അപ്പോൾ എങ്ങനെ അവർക്ക് ഇങ്ങനെ എടുത്തിടാൻ തോന്നി? ചിലരുടെ അതിനെക്കുറിച്ചുള്ള ന്യായീകരണം, അതൊക്കെയാണ് എനിക്ക് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. ആൾക്കാർക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു മഹാശിവരാത്രിയുടെ അന്ന് അമ്പലത്തിൽ വന്നിട്ട് ഒരു ചെരുപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറേ ചെരുപ്പുകളുണ്ട് അവിടെ. അതുകൊണ്ട് എൻ്റെ ചെരുപ്പ് മാത്രം പട്ടി വന്ന് എടുത്തുകൊണ്ട് പോയിന്നോ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാനില്ല. ഇത് പട്ടിയൊന്നുമല്ല എടുത്തത്, മനുഷ്യൻ തന്നെയാണ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത്. ചെരുപ്പ് പോയെങ്കിൽ പോയി,
അത്രയേ ഉള്ളൂ. അത് 100 രൂപയുടെ ചെരുപ്പ് ഞാൻ 1000 രൂപയുടെ വർത്തിന് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. എന്നിട്ടും അത് നീറ്റായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിലും അതിൻ്റെ കളറും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നു. പോയെങ്കിൽ പോട്ടെ. അതുകൊണ്ടല്ല, പക്ഷേ ആ ഇട്ടുകൊണ്ട് പോയ ആളിൻ്റെ മനസ്ഥിതി. അപ്പോൾ ആ ആളിൻ്റെ മനസ്സിൽ എത്ര നല്ല സ്വഭാവം ആണ് ഉള്ളത്, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതല്ല, ഇഫ് എ മാൻ ചീറ്റ്സ് ആൻഡ് ഡിസീവ്സ് അനദർ, ഇപ്പം മറ്റവരെ നമ്മൾ കബളിപ്പിക്കുവാണെങ്കിൽ അവനെ തന്നെ സ്വയം കബളിപ്പിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ന്യായീകരണമൊക്കെയാണ് നമ്മൾ പറയുന്നത്. എൻ്റെ ചെരുപ്പ് അവിടെ ഒന്നും കണ്ടില്ല, ഞാനത് വെളിയിലിട്ടിട്ടാണ് അമ്പലത്തിൽ കയറിയത്, വെളിയിൽ വന്നപ്പോൾ എൻ്റെ ചെരുപ്പ് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വേറെ ആരുടെയോ ഇട്ടുകൊണ്ട് പോയി. അങ്ങനത്തെ ഒരു ന്യായീകരണം പറഞ്ഞിട്ട് വേറെ ആരുടെയെങ്കിലും ഇട്ടാൽ അത് നമ്മൾ കളിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുപോലും ആൾക്കാർക്ക് അറിയുന്നില്ല. അതും അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാർക്ക് അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവർ അമ്പലത്തിൽ വരുന്നത്, എന്തിനാ തൊഴുന്നത്? ഇവർ ശിവൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു, ശിവൻ എന്ത് കൊടുക്കുന്നു? ഇതെന്തൊരു ജീവിതമാണ്? അതാണ് ഞാൻ ഒരു സെക്കൻഡ് ചിന്തിച്ച് പോയത്. ഞാൻ പിന്നെ കളഞ്ഞിട്ട് പോയെങ്കിൽ പോട്ടെ, ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എടുത്തോണ്ട് പോട്ടെ. എന്താ, ഞാൻ വെറും കാലോടെ റോഡ് ക്രോസ് ചെയ്തു, എന്തോ ഇപ്പം കാലിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നു. പക്ഷേ ഇത് എൻ്റെ മനസ്ഥിതി അല്ല അവിടെ നോക്കേണ്ടത്. ഞാൻ അവിടെ നിന്ന് കരയാനോ തേടാനോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാനോ അതിനൊന്നും പോകത്തില്ല. ഞാനത് എത്ര വലിയ സാധനമാണെങ്കിലും അതിനൊന്നും പോകത്തില്ല. എന്ത് പോയാൽ പോയി, അത്രയേ ഉള്ളൂ. നമുക്കെന്ത് ചെയ്യാം, നമുക്കത് വിധിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എടുക്കുന്ന ആളിൻ്റെ മനസ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ മറ്റവരെക്കുറിച്ച് എങ്ങനെ തിങ്ക് ചെയ്യുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ അവരോട് സ്വഭാവം, എങ്ങനെ അവരോട് ഇടപഴകുന്നു, റെസ്പെക്റ്റ് കൊടുക്കുന്നോ, സ്നേഹം കൊടുക്കുന്നോ, മര്യാദ കാണിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മളിങ്ങനെ മറ്റവരുടെ അടുത്ത് പെരുമാറുന്നോ അതേ തന്നെ നമുക്ക് തിരിച്ചടിക്കും. ഇത് മനസ്സിലാക്കിയാലേ നമ്മളുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് നേരെ പോകും. ഓക്കെ, അപ്പം ഇത്രയും നമ്മൾ കണ്ടു. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. ഇനി വലിയ ചാപ്റ്ററാണ്. നമ്മൾക്ക് പതുക്കെ കുറേശ്ശെ നോക്കാം. എന്തുവാ ഹാറി, നാളെ പരീക്ഷ ഒന്നും എഴുതാൻ പോകുന്നില്ലല്ലോ, ഇല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് ഇതങ്ങ് നിർത്താം. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.